ഹലോ. അപ്പോൾ നമുക്കിന്ന് സാബുദാന കിച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി സാബുദാന ആദ്യം തന്നെ കുതിർത്ത് വെക്കാം. ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം പിന്നെ ഇത് കണ്ടില്ലേ, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നിലക്കടല വറുത്തതാണ്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പില വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ കടുകിന് വരെ ജീരകവും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാബുദാന ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നമ്മുടെ സാബുദാന നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. വൈകുന്നേരത്തെ നാസ്തയ്ക്കും പിന്നെ ടിഫിനിൽ കൊടുക്കാനും ഉപവാസ ടൈമിലൊക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പിയുമായി. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.